ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫിയാണ്. നമ്മൾ ഓൾറെഡി ഗ്യാസ് ക്രോമാറ്റോഗ്രഫി കഴിഞ്ഞു, HPLC കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം അതിൻ്റെയൊക്കെ ഡിസഡ്വാൻറ്റേജും നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ HPLC കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ സാമ്പിൾസ് അനലൈസ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡൈലൂട്ടഡ് ഇൻ മൊബൈൽ ഫേസ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറിഞ്ചിൽ നമ്മുടെ സാമ്പിൾ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഫോമിലുള്ള സാമ്പിൾസിനെ മാത്രമാണ് HPLC ഉപയോഗിച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിലും തെർമോ ലയബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ മാത്രമാണ് നമുക്ക് ഗ്യാസ് ക്രോമാറ്റോഗ്രഫിയിൽ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതായത് ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യണം, സ്റ്റേബിൾ ആയിരിക്കണം. പക്ഷേ ചില സമയത്ത് നമുക്കറിയാം വൈറ്റമിൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതെന്താണ്, ഒരു മാക്രോ മോളിക്യൂളാണ്. മാക്രോ മോളിക്യൂൾ വിച്ച് ഹാവിങ് എ ഹൈ മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ അങ്ങനെ ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഒരു കമ്പോണൻറ്റിനെ നമുക്ക് ഒരിക്കലും HPLC കൂടി അനലൈസ് ചെയ്യാൻ പറ്റില്ല. സെയിം ടൈം ഇവരൊക്കെ എന്താണ്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്തിട്ടും ഇവരെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് നമുക്ക് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ പേര് തന്നെ ലൈക്ക് അഫിനിറ്റി. എന്താണ് അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണ്ടിങ് ക്യാരക്ടറാണ് അല്ലേ, ഒരു ലൈക്കിങ് നേച്ചറാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം, നമുക്ക് ഒരു ഇഷ്ടത്തിനെ ബേസ് ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാവുന്ന ഒരു ബോണ്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ചെയ്യുന്നത്, അതിനെന്തൊക്കെയാണ് വേണ്ടത്, നമ്മളുടെ പ്രൊസീജിയർ എന്താണ്, വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, എത്ര ടൈപ്സ് ഓഫ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. First one, affinity chromatography is a type of chromatography that makes use of a specific affinity between a substance to be isolated and a molecule that it can be separated. അതായത് നമുക്ക് അനലൈസ് ചെയ്യേണ്ട ഒരു സാമ്പിളും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും തമ്മിലുള്ള സ്പെസിഫിക് അഫിനിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ബേസ്ഡ് ഓൺ സ്പെസിഫിക് അഫിനിറ്റി ബിറ്റ്വീൻ ദ സബ്സ്റ്റൻസ് ടു ബി ഐസൊലേറ്റഡ്, അതായത് നമ്മുടെ സാമ്പിൾ, ആൻഡ് എ മോളിക്യൂൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി സ്പെസിഫിക്കലി ബൈൻഡ്, അതായത് വേറൊരു മോളിക്യൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ലിഗാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ വേണമെങ്കിൽ പറയാം, ദാറ്റ് ഇസ് ക്യാപിറ്റൽ M, ദാറ്റ് ഇസ് മാക്രോ മോളിക്യൂൾസ് കമ്പൈൻസ് വിത്ത് എ ക്യാപിറ്റൽ L, that is ligand, which will form a ML complex, അതായത് മാക്രോ മോളിക്യൂൾ ലിഗാൻഡ് കോംപ്ലക്സ്. ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ബൈ ആൾട്ടറിങ് pH, അയണിക് സ്ട്രെങ്ത്, ടെമ്പറേച്ചർ ആൻഡ് അതർ പാരാമീറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ വളരെ പ്യൂറസ്റ്റ് ഫോമിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, 1930 നമ്മുടെ ടൈസീലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വീഡിഷ് ബയോകെമിസ്റ്റാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മെയിനായിട്ട് എൻസൈംസ്, പ്രോട്ടീൻസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള എൻസൈംസ്, പ്രോട്ടീൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി? നമുക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. ഇറ്റ് ഈസ് എ സാമ്പിൾ പ്യൂരിഫിക്കേഷൻ ടെക്നിക് യൂസ്ഡ് ഫോർ പ്രൈമർലി ഫോർ ബയോളജിക്കൽ മോളിക്യൂൾസ് സച്ച് ആസ് പ്രോട്ടീൻസ് and method of separation of mixture of proteins or nucleic acid by specific interactions of those molecule with a component known as a ligand, which is immobilized on a support like lock and key, others get washed out by the solvent. അതായത് ഞാനിത് പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ഓർമ്മ വന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മുടെ സാമ്പിളിൽ ഒരു ലൈക്ക് കാൽസ്യം കമ്പോണൻറ്റ്, അതായത് ഒരു ഡൈവാലൻ്റ് ആയിട്ടുള്ള മെറ്റൽ അയൺ ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ അസ്സേ ചെയ്യുന്ന സമയത്ത് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിഗാൻഡ് ആഡ് ചെയ്ത് കൊടുത്തു. എന്താണ്, ഡൈസോഡിയം EDTA എന്ന് പറഞ്ഞിട്ടുള്ള ലിഗാൻഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒബ്വിയസ്ലി കാൽസ്യം EDTA കോംപ്ലക്സ് ഫോം ചെയ്യും. നെക്സ്റ്റ് ഡ്രോപ്പിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റിയേജൻറ്റുമായിട്ട് അവർ ആക്ട് ചെയ്തിട്ട് നമുക്ക് കളർ റിയാക്ഷൻ തരും. അപ്പോൾ സെയിം പ്രോസസ്സാണ്, അതായത് നമ്മളൊരു സാമ്പിളിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
നമ്മൾ വേറൊരു ലിഗാൻഡിനെ കൊണ്ട് ബൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യും, കോളത്തിൻ്റെ ഉള്ളിൽ റിട്ടൈൻ ചെയ്യും. നമ്മൾ വേറെ സോൾവെൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ്, അതായത് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ്, എല്യൂട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈക്ക് എ കീ ആൻഡ് ലോക്ക്, അതായത് നമ്മുടെ ലോക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കീ വേണമല്ലോ, അതുപോലെ നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, ആ മെറ്റീരിയൽസിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിഗാൻഡ്, അതായത് അവരോട് അഫിനിറ്റി കാണിക്കുന്ന ലിഗാൻഡിനെ വേണം നമ്മൾ നമ്മുടെ മീൻസ് അഫിനിറ്റി കാണിക്കുന്ന നമ്മുടെ മോളിക്യൂൾസിനെയാണ് നമ്മൾ ലിഗാൻഡായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. And by using different types of ligand, we can classify the affinity chromatography into lectin affinity chromatography, immunoaffinity chromatography, and metal chelate chromatography, and covalent chromatography, and diligand chromatography. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം നമുക്ക് എക്സാമ്പിൾ ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് നമ്മുടെ മാക്രോ മോളിക്യൂൾ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിഗാൻഡ് ആണ് എന്ത്, ലെക്റ്റിൻസ്. അപ്പോൾ ഈ ലെക്റ്റിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോട്ടീൻ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ് ആൻഡ് അനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻസ് ആണ് എന്ത്, ലെക്റ്റിൻസ്. അപ്പോൾ ഇവിടെ ലെക്റ്റിൻ നമ്മുടെ ലിഗാൻഡ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ സാമ്പിൾ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ ഒരു അഫിനിറ്റീനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ലെക്റ്റിൻസ് നമ്മുടെ ഒരു മീഡിയത്തിൽ ഉണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സോ ഗ്ലൈക്കോ പ്രോട്ടീൻസോ നമ്മൾ ആഡ് ചെയ്യുന്ന സോൾവെൻറ്റിൽ ഉണ്ടെങ്കിൽ അവരതുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ബൈൻഡ് പോവില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് എല്ലാം വാഷ് ചെയ്ത് പോയതിന് ശേഷം ഇവരെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളതാണ് ലെക്റ്റിൻ ക്രോമാറ്റോഗ്രാഫി. ഇനി ഇമ്മ്യൂണോ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ലിഗാൻഡ് യൂസ്ഡ് ഇസ് പ്രോട്ടീൻ എ ആൻഡ് പ്രോട്ടീൻ ജി. ഇനി മെറ്റൽ ചിലേറ്റ് ക്രോമാറ്റോഗ്രാഫി ഉണ്ട്. അതായത് മെറ്റൽസിനെ ഇതുപോലെ നമ്മൾ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് മെറ്റൽ ചിലേറ്റ് ക്രോമാറ്റോഗ്രാഫി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് കണ്ടെയ്നിങ് ഇമിഡസോൾ ഗ്രൂപ്പ്സ് ഓർ ഇൻഡോൾ ഗ്രൂപ്പ്സ്. കോമൺലി മെറ്റൽ അയൺസ് ആർ ഇമ്മൊബിലൈസ്ഡ് ബൈ അറ്റാച്ച്മെന്റ് ടു an immunodiacetate or triethylene diamine substituted agarose. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, എക്സാമ്പിളും പഠിക്കുക. ഇനി അതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡൈവേഴ്സ് ആൻഡ് പവർഫുൾ ക്രോമാറ്റോഗ്രഫിക് മെത്തേഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് എ സ്പെസിഫിക് മോളിക്യൂൾ ഓർ എ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ഫ്രം കോംപ്ലക്സ് മിക്സ്ചേഴ്സ്. Based on highly specific biological interactions between two molecules such as enzyme and substrate, or receptor and ligand, or antibody and antigen. These interactions, which are typically reversible, are used for purification by placing one of the interacting molecules referred to as an affinity ligand onto a solid matrix to create a stationary phase, while a target molecule is in the mobile phase. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ഈസ് എൻ്റയർലി ബേസ്ഡ് അപ്പോൺ ദ അഫിനിറ്റി റിയാക്ഷൻസ് അല്ലേ. അതായത് ഒരു ലിഗാൻഡ് നമ്മൾ യൂസ് ചെയ്യാണ് ബേസ്ഡ് ഓൺ ദ അഫിനിറ്റി. അപ്പോൾ ഏത് മോളിക്യൂൾസ് ആണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അവരെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിൾ ലിഗാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ബൈൻഡ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു many of the commonly used ligands coupled affinity matrices are now commercially available and ready to use. ഇതിൻ്റെ ഒരു ഹൈ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു മാട്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇൻസോലുബിൾ മെറ്റീരിയൽ ആണ്. അവിടെയാണ് നമ്മൾ ലിഗാൻഡിനെ ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോൾവെൻ്റ് ഒന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിഗാൻഡ് വാഷ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മളൊരു മാട്രിക്സിൻ്റെ ഉള്ളിലേക്കാണ് ലിഗാൻഡിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ് കിട്ടും. അതാണ് അവിടെ കണ്ടീഷൻ. ആ ലിഗാൻഡ് ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല. എന്നിട്ട് അതിനോട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്ന സോൾവെൻറ്റിൽ ഉണ്ടെങ്കിൽ ആ സാമ്പിൾ എന്ത് ചെയ്യും, ലിഗാൻഡിൻ്റെ അടുത്ത് പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. കൂടെ ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്, എല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഇമ്പ്യൂരിറ്റീസൊക്കെ വാഷ് ഔട്ട് ആവുകയും ആ കോംപ്ലക്സ് മാത്രം കോളത്തിൻ്റെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ്, അതായത് pH അതിൻ്റെ കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാട്രിക്സിനെ എന്ത് ചെയ്യാം,
നമ്മുടെ ലിഗാൻഡിൽ നിന്നും വേറിട്ടെടുത്തിട്ട് നമ്മുടെ സാമ്പിൾസിനെ നമുക്ക് പ്യൂരിഫൈഡ് ഫോമിൽ വേണമെങ്കിൽ ഐസൊലേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ദ ക്രൊമാറ്റോഗ്രഫിക് മീഡിയയെ പറ്റി പറയുന്നത് എ മാട്രിക്സ് ഇൻ ഇറ്റ്സ് യൂസ് ഹിയർ ആസ് എ സബ്സ്റ്റൻസ് യൂഷ്വലി ഇൻ ബീഡ് ഫോം വിച്ച് എ സ്പെസിഫിക് ലിഗാൻഡ് is covalently bound. In order to make the matrix to be effective, it must have certain characters that it must be insoluble in solvent and buffers employed in the process. അതുപോലെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസൊലബിൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രൊമാറ്റോഗ്രഫിക് മീഡിയയിൽ നമുക്കൊരു മാട്രിക്സ് ഉണ്ട്. ആ മാട്രിക്സിൻ്റെ പർപ്പസ് എന്താണ്? ടു ഗിവ് എ സപ്പോർട്ട് ടു ദി ലിഗാൻഡ് അല്ലേ, ഒരു ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡ് ആക്കാൻ വേണ്ടി നമ്മൾ ആ മാട്രിക്സിനെ യൂസ് ചെയ്യാണ്. അതുപോലെ ആ മാട്രിക്സ് എന്തായിരിക്കണം? ഇനേർട്ട് ആയിരിക്കണം. അങ്ങനെ ഇനേർട്ട് ആയാൽ മാത്രമാണ് ഇവരുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാണ്ട് അയാൾ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അതുപോലെ അത് ഇൻസൊലബിൾ ആയിരിക്കണം, അതായത് നമ്മൾ സോൾവെൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡൈല്യൂട്ടായിട്ട് പോകാൻ പാടില്ല. ആൻഡ് സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ബഫേഴ്സ്. എന്തിനാണ് നമ്മൾ ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്? ബഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൊല്യൂഷനാണ് അല്ലേ. നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ ബയോമോളിക്യൂൾസിനെയാണ്. അപ്പോൾ ബയോമോളിക്യൂൾ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ അവിടെ pH എന്താണ്? വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫിയിൽ നമ്മൾ മസ്റ്റായിട്ട് ബഫേഴ്സ് യൂസ് ചെയ്താലാണ് നമുക്ക് എൻ്റെ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ക്രോമാറ്റോഗ്രഫിക് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല. പകരം എന്താണ്? സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ഇൻസൊലബിൾ മാട്രിക്സ് ആണ്, വിച്ച് ഇസ് കമ്പൈൻഡ് വിത്ത് ലിഗാൻഡ് ആണ് എന്ന് അറിയണം. മൊബൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ബഫേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നും അറിയണം. ഓക്കെ, ഇനി കമ്പോണൻസ് ഓഫ് അഫിനിറ്റി ഫേസ് എന്ന് പറഞ്ഞാൽ മാട്രിക്സ് ഫോർ ലിഗാൻഡ് അറ്റാച്ച്മെന്റ്. മാട്രിക്സ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട് ആൻഡ് സ്പേസർ ആം യൂസ് ടു ബൈൻഡ് ബിറ്റ്വീൻ ലിഗാൻഡ് എ മോളിക്യൂൾ. ഒരു പുതിയ ആളാണ്, ദാറ്റ് ഇസ് സ്പേസർ ആം. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ്സിൽ വരും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലിഗാൻഡിനെ മോളിക്യൂളുമായിട്ട്, അതായത് നമ്മുടെ മാട്രിക്സുമായിട്ട് ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സ്പേസർ ആം എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലിഗാൻഡ്, ദാറ്റ് ഇസ് മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് റിവേഴ്സിബിളി ടു എ സ്പെസിഫിക് ടാർഗറ്റ് മോളിക്യൂൾ ഓർ എ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ്. ഒരു അഫിനിറ്റിയുള്ള മോളിക്യൂൾസ് ആയിരിക്കണം. നമ്മുടെ സാമ്പിൾ ഏതാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് സ്യൂട്ടബിൾ ലിഗാൻഡിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മാട്രിക്സ് എന്താണ്? ദ മാട്രിക്സ് ഈസ് ആൻ ഇനേർട്ട് സപ്പോർട്ട് ടു വിച്ച് എ ലിഗാൻഡ് ക്യാൻ ബി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കപ്പിൾഡ്. നമ്മുടെ ലിഗാൻഡിനെ നമ്മുടെ മാട്രിക്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ഒരു സ്പേസർ ആമിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് വെക്കാം. ഇറ്റ് ഹാസ് സം പെക്യുലർ ക്വാളിറ്റീസ് ലൈക്ക് ഇറ്റ് ഡസൻ അബ്സോർബ് മോളിക്യൂൾസ് ടു എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്. നമുക്ക് ഒരുപാട് മോളിക്യൂൾസിനെ ഒന്നും നമ്മുടെ മാട്രിക്സ് അബ്സോർബ് ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇനേർട്ട് ആയിരിക്കണം. ആൻഡ് ദ ലിഗാൻഡ് മസ്റ്റ് ബി കപ്പിൾഡ് വിത്തൗട്ട് ആൾട്ടറിങ് ഇറ്റ്സ് ബൈൻഡിങ് പ്രോപ്പർട്ടീസ്. അതുപോലെ ലിഗാൻഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവരുമായിട്ട് തമ്മിൽ റിയാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ഏത് pH എന്താണെങ്കിലും അതിൽ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ദ മോസ്റ്റ് യൂസ്ഫുൾ മാട്രിക്സ് മെറ്റീരിയൽസ് ലൈക്ക് അഗറോസ് ആൻഡ് പോളി അക്രിലമൈഡ്. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മാട്രിക്സ് മെറ്റീരിയൽസ് ആണ് അഗറോസ് ആൻഡ് പോളി അക്രിലമൈഡ്. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? അഗറോസ് അല്ലേ. അഗറോസ് ആണ് നമ്മുടെ ഇൻസൊലബിൾ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് ഇപ്പോൾ അഗ്രോസ് ആണെങ്കിലും ഡെക്സ്ട്രാൻ ആണെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ട്രേഡ് നെയിംസ് ഉണ്ടാവും. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഒരു സിലിക്ക വേണമെങ്കിൽ നമ്മൾ ഹൈപ്പർസിൽ WP എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ വേണം നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വെക്കുക. എല്ലാം പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് അത് രണ്ടെണ്ണം പഠിച്ചു വെക്കുക. And the next one is spacers, that is to prevent the attachment of the ligand to the matrix interfering with its ability to bind the macromolecules. അതായത് നമ്മുടെ ലിഗാൻഡിനെ കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ദ ഒപ്റ്റിമം ലെങ്ത് ഇസ് 6 to 10 കാർബൺ ആറ്റംസ് ഓർ ദെയർ ഇക്വലന്റ്. അതായത് ഒരു 6 to 10 കാർബൺ ആറ്റംസ് ഉള്ള ചെയിൻസ്. അവർ ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 1,6 ഡൈ അമിനോ ഹെക്സൈൻ ആൻഡ് 6 അമിനോ ഹെക്സനോയിക് ആസിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള സ്പേസർ ആം. അതെന്തിനാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലിഗാൻസും അതിൻ്റെ അഫിനിറ്റി ഏതിനോടാണെന്നുള്ളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ്, നിങ്ങളെല്ലാവരും ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക
മെയിൻ കണ്ടന്റ്. അതായത് കൺകനവാലിൻ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിഗാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഗ്ലൈക്കോ പ്രോട്ടീൻസിനെയോ പോളിസാക്രൈഡ്സിനെയോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് കാൽമോഡുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിഗാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽമോഡുലിൻ ബൈൻഡിങ് എൻസൈംസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ എവിഡിൻ ബയോട്ടിൻ കണ്ടെയ്നിങ് എൻസൈംസിന് വേണ്ടിയിട്ടാണ്. ഹെപ്പാരിൻ ലിപ്പോ പ്രോട്ടീൻസ് പോളിമറൈസസ് അവർക്ക് വേണ്ടിയിട്ടാണ്. പ്രോട്ടീൻസ് എ ആൻഡ് ജി ലിഗാൻഡ്സ് യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈസിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റീകോമ്പിനന്റ് ടെക്നോളജി ഉണ്ടല്ലോ, ദാറ്റ് ഇസ് റൈബോന്യൂക്ലിക് ആസിഡിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ലൈസിൻ യൂസ് ചെയ്യാം. ഇതൊരു മസ്റ്റ് സ്റ്റഡി ടേബിൾ ആണ്, ഇത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യരുത്. ആൻഡ് ദ പ്രൊസീജിയർ ദാറ്റ് ഇസ് അഫിനിറ്റി മീഡിയം ഇസ് ഇക്വിലിബ്രേറ്റഡ് ഇൻ ബൈൻഡിങ് ബഫർ. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ബഫർ എന്തിനാണ്, നമ്മുടെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കേണ്ട, മാക്രോമോളിക്യൂൾസ് ആണെങ്കിലും ലിഗാൻഡ്സ് ആണെങ്കിലും സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻറ്റയർ മീഡിയം നമ്മളൊരു ബഫർ വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ദ സാമ്പിൾ ഇസ് അപ്ലൈഡ് അണ്ടർ കണ്ടീഷൻ ദാറ്റ് ഫേവർ സ്പെസിഫിക് ബൈൻഡിങ് ഓഫ് ദ ടാർഗറ്റ് മോളിക്യൂൾസ് ടു എ കോംപ്ലിമെൻ്ററി ബൈൻഡിങ് സബ്സ്റ്റൻസ്. എന്നിട്ട് നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ നമ്മുടെ സാമ്പിൾസിനെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഓൾറെഡി നമ്മുടെ മീഡിയത്തിൽ എന്തുണ്ട്, ലിഗാൻസ് ഉണ്ട്. അപ്പോൾ ടാർഗറ്റ് സബ്സ്റ്റൻസ് ബൈൻഡ് സ്പെസിഫിക്കലി ബട്ട് റിവേഴ്സിബിളി ടു ദ ലിഗാൻഡ് ആൻഡ് അൺബൗണ്ട് മെറ്റീരിയൽ വാഷസ് ത്രൂ ദ കോളം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലിഗാൻസിനോട് അഫിനിറ്റി ഉള്ള നമ്മുടെ സാമ്പിൾസ് അവരുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ സോൾവെൻറ്റ് ആഡ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത്, അതായത് എലൂഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അൺബൗണ്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായതോ, മീൻസ് അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്, അവരെന്ത് ചെയ്യും, വാഷ് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. ആൻഡ് ദ ടാർഗറ്റ് proteins is recovered by changing conditions to favor elution of the bound molecules. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് വേണമെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ പി എച്ചോ അയണിക് കോൺസെൻട്രേഷനോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ദ ടാർഗറ്റ് പ്രോട്ടീൻ ഈസ് കളക്റ്റഡ് ഇൻ എ പ്യൂരിഫൈഡ് ഫോം. അതുപോലെ നമുക്ക് പ്യൂരിഫൈഡ് ഫോമിൽ നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ കെമിക്കലി ആൻഡ് മെക്കാനിക്കലി സ്റ്റേബിൾ ആൻഡ് ഇനർട്ട്. അവരെന്താണ്, ഇനർട്ട് ആയിരിക്കണം. കാരണം അവർ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോസസ്സിൽ ഒരു മീനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇനർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ആകെ ലിഗാൻഡും നമ്മുടെ ടാർഗറ്റ് സാമ്പിളും മാത്രമാണ് റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഈസിലി കപ്പിൾ ടു എ ലിഗാൻഡ് ഓർ സ്പേസ് ആം ഓൺ ടു വിച്ച് ദ ലിഗാൻഡ് ക്യാൻ ബി അറ്റാച്ച്ഡ്. ആൻഡ് ഇറ്റ് മസ്റ്റ് എക്സിബിറ്റ് ഗുഡ് ഫ്ലോ പ്രോപ്പർട്ടീസ് ആൻഡ് ഹാവ് എ റിലേറ്റീവ്ലി ലാർജ് സർഫസ് ഏരിയ ഫോർ അറ്റാച്ച്മെൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലാർജ് സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് ലിഗാൻഡ്സിനെ നമുക്ക് ബൈൻഡ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ്, ഒരുപാട് സാമ്പിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ അതർ വൺ ഈസ് immobilized ligand. The ligand can be selected only after the nature of the macromolecule to be isolated is known. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ മാക്രോമോളിക്യൂൾസ്, അതായത് നമ്മുടെ സാമ്പിൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലിഗാൻഡിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആൻഡ് വെൻ ഹോർമോൺ റിസപ്റ്റർ പ്രോട്ടീൻസ് ഈസ് ടു ബി പ്യൂരിഫൈഡ് ബൈ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി, ദ ഹോർമോൺ ഇറ്റ്സെൽഫ് ഈസ് ആൻ ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ ദ ലിഗാൻഡ്. അതായത് ഹോർമോൺ റിസപ്റ്റർ പ്രോട്ടീനെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലിഗാൻഡ് ആരാണ്, ഹോർമോൺ തന്നെയാണ് നമ്മുടെ ലിഗാൻഡ്. അങ്ങനത്തെ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിന് ഒരു സിംബോളിക്കലായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു അഗ്രോസ് ബീഡ് ഉണ്ട്, അതിലാദ്യം നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിഗാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് ആരാണ് അറ്റാച്ച് ആവുന്നത്, ദ പ്രോട്ടീൻ ടു ബി പ്യൂരിഫൈഡ് ഇൻസുലിൻ റിസപ്റ്റർ വന്നിട്ട് അവരുമായിട്ട് അറ്റാച്ച് ആവും. പിന്നെ താഴെ ഒരു കോളത്തിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. കോളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വെറൈറ്റീസ് ഓഫ് സാമ്പിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർ ബൈൻഡ് ചെയ്യുന്നു, ബാക്കി ഇമ്പ്യൂരിറ്റീസ് വാഷ് ചെയ്ത് കളയാം, അതിനുശേഷം നമുക്ക് സാമ്പിൾസിനെ റിക്കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചിത്രം. ഇതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സ്പേസർ ആം യൂസ് ചെയ്യുന്ന എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡയഗ്രാണിത്. ഒരു ഇൻസൊല്യൂബിൾ മാട്രിക്സിൽ ലിഗാൻഡ് മാത്രമാണ് നമ്മൾ ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തത് എങ്കിൽ അതിൽ നമ്മളുടെ ടാർഗറ്റ് സാമ്പിൾസ് വന്നിട്ട് ഇങ്ങനെ ക്രൗഡഡായി വരുന്ന സമയത്ത് ഓവർലാപ്പിങ്ങിന് ചാൻസ് ഉണ്ട്. അതായത് കാണാനുണ്ടോ നിങ്ങൾക്ക്, ഒരു യെല്ലോ കളറുള്ള മെറ്റീരിയൽ നമ്മുടെ മാട്രിക്സുമായിട്ടും കോണ്ടാക്ട് വരികയും അതുമായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യാം, ചാൻസസ് ആർ ദർ. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സപ്പോസ് നമ്മുടെ സാമ്പിൾ മെറ്റീരിയൽസ് ഓവർ ക്രൗഡഡ് ആണെങ്കിൽ പോലും മാട്രിക്സുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസർ ആം യൂസ് ചെയ്യുന്നത്. ആ സ്പേസർ ആം യൂസ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് എന്താണ് ഇറ്റ്സ് ആൻ ആൻറ്റിജൻ ഓർ ഹാപ്റ്റൻ മേ ബി യൂസ്ഡ് ആസ് നമുക്ക് ഒരു ഓവർ ക്രൗഡഡ് ആണെങ്കിലും ലിഗാൻഡ് മാത്രമാണ് അവരുമായിട്ട് കോണ്ടാക്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്യൂട്ടബിൾ സ്പേസർ ആംസ്, ആ ഒരു ഹെക്സനോയിക് ആസിഡിൻ്റെ ഒരു കാർബൺ ചെയിനെ നമ്മൾ സ്പേസർ ആമായിട്ട് യൂസ് ചെയ്യുന്നത്. And the attachment of ligand to the matrix, that is, several procedures have been developed for the covalent attachment of the ligand to the stationary phase. All procedures for gel modification proceeding two separate chemical steps: activation of the function group on the matrix, joining of the ligand to the function group on the matrix. A wide variety of activated gels is now commercially available. The most widely used are described in the following. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് വായിച്ചു വിട്ടാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. ആൻഡ് സ്പെസിഫിസിറ്റി ഈസ് ബേസ്ഡ് ഓൺ 3 ആസ്പെക്ട് ഓഫ് അഫിനിറ്റീസ്. മാട്രിക്സ് വേണം, സ്പേസറാം വേണം, ലിഗാൻഡ് വേണം. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഡയഗ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണുക. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ യൂസ് ചെയ്ത ലിഗാൻഡിനെ തന്നെ വീണ്ടും 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 നമുക്ക് റീയൂസ് ചെയ്യാം. അതിന് നമ്മൾ പറയുന്ന പേര് റീജനറേഷൻ എന്നാണ്. നമ്മൾ അടുത്തൊരു ചാപ്റ്ററിൽ റീജനറേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ യൂസ് ചെയ്ത സാമ്പിൾസിനെ വീണ്ടും ബഫറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആ ക്യാരക്ടറിന് തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ഒരു നല്ല പ്യൂരിഫിക്കേഷൻ ടെക്നിക്കാണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ്, ഇതും ഒരു മസ്റ്റ് സ്റ്റഡി ടേബിളാണ്. ദാറ്റ് ഈസ് ആൻറ്റിജൻ, ആൻറ്റിബോഡി, സബ്സ്ട്രേറ്റ്, DNA, ഹോർമോൺ ബൈൻഡിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിനെ യൂസ് ചെയ്യും. അതുപോലെ ആൻറ്റിജൻ ആൻറ്റിബോഡി യൂസ് ചെയ്യും, ആൻറ്റിബോഡിക്ക് ആൻറ്റിജൻ യൂസ് ചെയ്യും, സബ്സ്ട്രേറ്റിന് എൻസൈം യൂസ് ചെയ്യും, DNA-ക്ക് ഹിസ്റ്റോൺ യൂസ് ചെയ്യും. ഓക്കെ, ഹോർമോൺ ബൈൻഡിങ് ആണെങ്കിൽ പ്രോട്ടീൻസോ റിസപ്റ്റേഴ്സോ നമുക്ക് യൂസ് ചെയ്യാം. അവിടുത്തെ ആരോ മാർക്കൊന്ന് വിട്ടുപോയി, സോറി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ അത് നമ്മൾ തന്നെ വരയ്ക്കുകയാണ് നല്ലത്. ജസ്റ്റ് ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. പിന്നെ ആപ്ലിക്കേഷൻസ്, ദാറ്റ് ഈസ് പ്യൂരിഫൈ ആൻഡ് കോൺസെൻട്രേറ്റ് എ സബ്സ്റ്റൻസ് ഫ്രം എ മിക്സ്ചർ ഇൻ ടു എ ബഫറിംഗ് സൊല്യൂഷൻ, റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ എ മിക്സ്ചർ, discern what biological compounds bind to a particular substance such as drugs, purify and concentrate an enzyme solution, isolation and purification of all biological macromolecules like nucleic acids, antibodies, enzymes, etc., to notice which biological compound will bind to particular substance. ടു റെഡ്യൂസ് ദ സബ്സ്റ്റൻസ് ഇൻ എ മിക്സ്ചർ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ്, ആൻറ്റിബോഡി പ്യൂരിഫിക്കേഷൻ ഫ്രം ബ്ലഡ് സിറം, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബേസിക് മെറ്റബോളൈസ് റിസർച്ച് പ്രോട്ടീൻസ് ഓർ എൻസൈംസ് പ്യൂരിഫിക്കേഷൻ ഫ്രം സെൽ ഫ്രീ എക്സ്ട്രാക്ട്സ്. പിന്നെ ഈ ഒരു ഡയഗ്രം ഉണ്ട്, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അഡ്വാൻറ്റേജസ്, ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ സ്പെസിഫിസിറ്റി, high degrees of purity can be obtained, the process is very reproducible, the binding sites of biological molecules can be simply investigated. ലിമിറ്റേഷൻസ് എന്താണ്, എക്സ്പെൻസീവ് ലിഗാൻസ് ആണ്, ലീക്കേജ് ഓഫ് ലിഗാൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയില്ല എത്ര ലിഗാൻസ് വേണമെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ലിഗാൻസ് ആഡ് ചെയ്ത് കൊടുത്തു, പക്ഷെ ചില സമയത്ത് നമ്മുടെ മാട്രിക്സുമായിട്ട് ആ ലിഗാൻഡ് ഇൻകോപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ചിലപ്പോൾ ലിഗാൻസും വാഷ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എക്സ്പെൻസ് ആയിട്ടുള്ള ലിഗാൻഡ് പോകുന്നത് തന്നെ നമുക്ക് വളരെ നഷ്ടമാണ്. അപ്പോൾ ലീക്കേജ് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യണം. ആൻഡ് ഡിഗ്രേഡേഷൻ ഓഫ് ദ സോളിഡ് സപ്പോർട്ട്, അതായത് മെട്രിക്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരാറുണ്ട്. ലിമിറ്റഡ് ലൈഫ് ടൈം ആണ്, ഓൾറെഡി പറഞ്ഞു നമ്മൾ ബയോ മോളിക്യൂൾസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് ടൈം, ഇപ്പോൾ HPLC ഒക്കെ ഒരു 15 വർഷമൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും അല്ലേ. പക്ഷെ അതുപോലെയൊന്നും അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ചെയ്യാൻ പറ്റില്ല. റീയൂസബിൾ ആണ് എങ്കിൽ പോലും ഇറ്റ് ഹാവ് എ ലിമിറ്റ്. നോൺ സ്പെസിഫിക് അഡ്സോർപ്ഷൻ ആൻഡ് റിലേറ്റീവ്ലി ലോ പ്രൊഡക്ടിവിറ്റി, അത്രയാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഇപ്പോൾ നമുക്ക് അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി മേജറായിട്ട് നമ്മൾ വൈവേലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആൻറ്റിജനോ ആൻറ്റിബോഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏതായിരിക്കും എന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒരു മീൻസ് ഹോസ്പിറ്റൽ വൈസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിഫറബിൾ ക്രോമാറ്റോഗ്രഫിയാണ് നമ്മുടെ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. പിന്നെ ഇതിൽ കാര്യമായിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. പിന്നെ ചിലർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അതായത് നമ്മൾ ഫിഷിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ
അതിൻ്റെ ഒരു മീൻസ് ട്രീറ്റ് ഇടുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മീനിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് നമ്മൾ ചൂണ്ടയിൽ കുരുക്കിയിട്ട് ഇടുക. അപ്പോൾ എന്ത് ചെയ്യും, ആ മീൻ അതിനോടുള്ള അഫിനിറ്റി കൊണ്ട് അതിനെ ബൈൻഡ് ചെയ്യും. അപ്പോൾ നമുക്കതിനെ പെട്ടെന്ന് തന്നെ ആ ഒരു മീഡിയത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയും ഇതിനെ ഓർത്ത് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ വലിയൊരു മോളിൽ കയറിയിട്ട് പോയി, അപ്പോൾ മോളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ഐസ്ക്രീംസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഐസ്ക്രീമിലത്തെ ഷോപ്പിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായാൽ മതി. അല്ലെങ്കിൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി നിങ്ങൾ മറക്കില്ലല്ലോ, ഫാർമക്കോളജി ഒക്കെ പഠിക്കുന്നതല്ലേ. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻസ് ഉണ്ട്, അതുപോലെ മെട്രിക്സ് ഉണ്ട്, സ്പേസറാം ഉണ്ട്, ലിഗാൻഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ മെയിൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, പിന്നെ ഈ ബഫറിൻ്റെ കാര്യം, ഇത്രയും ഉണ്ട്. പിന്നെ ഫിഗേഴ്സും വരയ്ക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എക്സാമ്പിൾസ് ഒരിക്കലും മറന്നു പോകരുത്. സാധാരണ രീതിയിൽ നമ്മൾ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി നമ്മൾ പഠിക്കില്ല, ജസ്റ്റ് സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് വിടും. പക്ഷേ നമ്മൾ എക്സാമിന് കയറിയിട്ട് എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ്, കോളം എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. ഈ ഒരു സംഭവങ്ങളൊന്നും എഴുതില്ല. ഇതിൽ ശരിക്കും ഈ ലിഗാൻഡും മാട്രിക്സും സ്പേസറാമും എഴുതിയിട്ടില്ലെങ്കിൽ ഇതിൽ മാർക്ക് കിട്ടില്ല. അതുപോലെ ആ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. കീ ആൻഡ് ലോക്ക് മെക്കാനിസവും അതിൽ ആഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.